സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സ് പെയിൻ സ്കാനറിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് മാക്സ് പെയിൻ, ഇതിൻ്റെ യൂസ് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഓപ്ഷൻ എക്സ്പയറി ഉണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയും എല്ലാ വീക്കിലിയും എക്സ്പയറി ആണ്. അതുപോലെ തന്നെ സ്റ്റോക്സ് ആണെങ്കിലും മന്ത്ലി എക്സ്പയറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി കേട്ടിട്ടുണ്ടാവും. അതായത് എക്സ്പയറിയുടെ ഈ ഓപ്ഷനിൽ ഔട്ട് ദ മണി എല്ലാം സീറോ ആയി പോകും നമ്മൾ മാർക്കറ്റ് ക്ലോസിങ് ടൈമിൽ. അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സ് കാശ് ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അറിയത്തില്ല ഏത് ലെവലിലായിരിക്കും മാർക്കറ്റ് എക്സ്പയർ ആവുന്നത്. അപ്പോൾ ആ ലെവലിന് അപ്പുറമുള്ള ഔട്ട് ദ മണിയും ഔട്ട് ദ പുട്ടും ഒക്കെ സീറോ ആയി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്കാനറാണ് ഈ മാക്സ് പെയിൻ സ്കാനർ. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ നിഫ്റ്റിയുടെ ലെവൽ അറിയണം. ഇപ്പോൾ നിഫ്റ്റി ഏത് ലെവലിലായിരിക്കും ക്ലോസ് ചെയ്യണമെന്ന് നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് ഇവിടെ നിഫ്റ്റിന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ നിഫ്റ്റിന്ന് അടിച്ചു കൊടുത്തിട്ട് ഈ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഡാറ്റ NSE വെബ്സൈറ്റിൽ നിന്ന് എടുക്കും. അപ്പോൾ ഇതിന് കുറച്ച് സമയം എടുക്കും. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് ലെവലിലാണ് നിഫ്റ്റി എക്സ്പയർ ആവുന്നതെന്ന്. ഇപ്പോൾ നിങ്ങൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പ്രോബ്ലം വരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇവിടെ ക്യാൻസൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളിവിടെ താഴെ കുക്കീസ് ടാബ് കണ്ടോ, ആ കുക്കീസ് ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഈ കുക്കീസ് ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ NSE ഇന്ത്യ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. NSE ഇന്ത്യ. ഇതിൽ നമ്മൾ മാർക്കറ്റ് ഡാറ്റയിൽ പ്രീ ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് കാണാം ഇൻസ്പെക്റ്റ്. അത് ഇൻസ്പെക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെറ്റ്വർക്ക് കാണാം. നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കുക്കീസ് എന്ന് പറഞ്ഞാൽ കാണാം. അപ്പോൾ കുക്കീസിൽ നമുക്ക് രണ്ട് ID വേണം. ഒന്ന് NSIT ആൻഡ് NSIT. ഈ ഒരു ഇത് നമുക്ക് കോപ്പി ചെയ്യാം. NSIT ഇവിടം വരെ കോപ്പി ചെയ്തിട്ട് ഈ ഓൾഡ് കുക്കീസ് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ NSIT ആദ്യം പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം NSAP ID കാണാം. ആ NSAP IDയും നമുക്ക് കോപ്പി ചെയ്യാം. അതും പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഒന്ന് റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അപ്ഡേറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എറർ പോയിട്ടുണ്ട്. അപ്പോൾ 12,650 12,750 ഇടയിലായിരിക്കും നിഫ്റ്റി എക്സ്പയർ ആവുന്നതാണ് ഇത് പ്രിഡിക്റ്റ് ചെയ്യുന്നത് മാക്സ് പെയിൻ വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്കിൻ്റെ ചാർട്ട് നോക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ചാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാർട്ടിൽ നമുക്ക് കാണാം ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് പുട്ടാണ്, റൈറ്റ് സൈഡിലുള്ളത് കോളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻറ്റിലാണ് കൂടുതൽ എക്സ്പയർ ചെയ്യാൻ ചാൻസ് ഉള്ളത്. അതായത് 12,700 ആ പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഈ 12,700 ലെവൽ വരുമ്പോൾ എക്സ്പയർ ആവും എന്നാണ് കാണിക്കുന്നത്, ക്ലോസിങ് ചാൻസ് വരുന്നത്. അപ്പോൾ സാധാരണ ഓപ്ഷൻ സെല്ലേഴ്സ് എന്ന് പറയുന്നത് അവർ ഈ ഔട്ട് ദ മണികൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ എക്സ്പയർ അതിന് തൊട്ട് മുകളിലുള്ള ഔട്ട് ദ മണി കോളും ഔട്ട് ദ മണി പുട്ടും സെല്ല് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് അവർക്ക് ക്ലോസിങ് ടൈമിൽ അവർക്കെല്ലാം സീറോ അടിച്ച് പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അതിനാണ് ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറെ സ്റ്റോക്സ് ഇപ്പോൾ നമ്മൾ നിഫ്റ്റി കണ്ടു. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി കാണണമെങ്കിൽ ഇതുപോലെ റീഫ്രഷ് ചെയ്താൽ മതി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ട് 28,100 28,300. അപ്പോൾ നമുക്ക് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 28,100 ലെവലാണ് പോയിൻ്റ് കാണിക്കുന്നത്, ഈ പോയിൻ്റ്. അപ്പോൾ ഈ ലെവലിനിടയിലാണ് അത് ക്ലോസ് ചെയ്യാൻ ചാൻസ്. അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സ് ഇതിൻ്റെ ഔട്ട് ദ മണി, ഇതിൻ്റെ അപ്പുറത്തുള്ള ഔട്ട് ദ മണി കോളും പുട്ടുമാണ് സെല്ല് ചെയ്തിട്ട് ആണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ സ്കാനറിൻ്റെ മെയിൻ യൂസ്. മാക്സ് പെയിൻ സ്കാനർ മെയിൻ യൂസ് ചെയ്യുന്നത് എക്സ്പയറി ഡേയിലാണ്. എക്സ്പയറി ഡേക്ക് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏത് ലെവലിലാണ് ക്ലോസ് ചെയ്യുന്നത് അറിയാൻ സാധിക്കും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് അവർ പുട്ടും കോളും സെല്ല് ചെയ്യുന്നത്.
ഇതിപ്പോൾ നമ്മൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നോക്കി. ഇനി നമുക്ക് സ്റ്റോക്സ് നോക്കണം. ഇപ്പോൾ നമുക്ക് SBIN നോക്കണം. ഇപ്പോൾ SBIN ഏത് ലെവലിലായിരിക്കും എക്സ്പയറിയിൽ ക്ലോസ് ചെയ്യാൻ അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് SBIN എടുത്തിട്ട് റീഫ്രഷ് കൊടുത്താൽ മതി. അപ്പോൾ SBIN 225 ഈ ലെവലിനിടയിലാണ് SBI ക്ലോസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പോയിൻ്റ് കിട്ടും. 215 കാണിക്കുന്നത്, കണ്ടോ? ചാർട്ടിൽ 215 ആ പോയിൻ്റാണ് ക്ലോസിങ് ചാൻസ് ഉള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് സ്റ്റോക്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സ്റ്റോക്സ് മാത്രമല്ല, നമുക്ക് നിഫ്റ്റി ഫ്യൂച്ചറും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം നമുക്കിപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സിന് വളരെ ഉപകാരപ്രദമായ ഒരു സ്കാനറാണ് മാക്സ്പെയിൻ സ്കാനർ. അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലേഴ്സാണ്. ആ ലെവൽ അറിയാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഏത് ലെവലിലായിരിക്കും ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അതൊരു പ്രഡിക്ഷൻ സ്കാനർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്കാനർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് റിലയൻസിൽ 19.80 20.20 ഇടയിലാണ് അത് ക്ലോസ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചാർട്ടും ലഭ്യമാണ്. ഓക്കെ, നമുക്കിതിപ്പോൾ സ്കാനർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ nicolasnilo.com പോയി കഴിഞ്ഞാൽ സ്ക്രീനർ സെക്ഷൻ കാണാം. അതിൽ നിങ്ങൾ NSE സ്കാനർ ക്ലിക്ക് ചെയ്യാം. ഈ NSEയിൽ ഒരുപാട് സ്കാനേഴ്സ് ഉണ്ട്, ഒക്കെ യൂസ്ഫുള്ളായ സ്കാനേഴ്സാണ്. ഇതിൽ നിങ്ങൾക്ക് മാക്സ്പെയിൻ സ്കാനർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കാനർ ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ എന്താണ് മാക്സ്പെയിൻ സ്കാനർ, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.